ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുമായിട്ട് വലിയൊരു സന്തോഷം പങ്കുവെക്കാനാണ് കേട്ടോ വന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും യൂട്യൂബിലെ മോണിറ്റൈസേഷന് വേണ്ടി നടക്കുന്നതാണ്. ഒരുപാട് പേർക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, ഒരുപാട് പേര് മോണിറ്റൈസേഷൻ്റെ വക്കിലാണ്, ഒരുപാട് പേര് മോണിറ്റൈസേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റീൽസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂട്യൂബിന് വേണ്ടി വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നവർ ഉറപ്പായിട്ടും എന്താ പറയുക, ഫേസ്ബുക്കിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ എന്താണെങ്കിലും നമ്മൾ യൂട്യൂബിന് വേണ്ടി വീഡിയോസ് എടുക്കുന്നുണ്ട്. അതേ വീഡിയോസ് തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കയറിപ്പോകാത്തത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഫേസ്ബുക്കിൽ കയറിപ്പോകും, ഫേസ്ബുക്കിൽ കയറാത്തത് യൂട്യൂബിൽ കയറാം. അപ്പോൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഓൾറെഡി വീഡിയോ എടുക്കുന്നതാണല്ലോ, അപ്പോൾ അത് ഫേസ്ബുക്കിലും കൂടെ ഒന്ന് ഇട്ട് നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്. അത് നമ്മൾ പ്രൊഫഷണൽ മോഡിലിട്ടതിന് ശേഷം ആണ് നമ്മൾ വീഡിയോസ് അവിടെ ഇടുവാണെങ്കിലാണ് മോണിറ്റൈസേഷൻ ആവുകയും നമുക്കതിൽ നിന്ന് വരുമാനം കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നിന്നുള്ള വരുമാനം ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഇവിടിപ്പം എന്താ പറയുക, ഇവിടിപ്പം എന്നല്ല, ഇന്ന് ജനുവരി 27-ാം തീയതി എനിക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം കിട്ടി. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഓൾറെഡി യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ വർഷം കിട്ടാൻ തുടങ്ങിയായിരുന്നു, ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. എനിക്ക് ഫേസ്ബുക്കിൽ ഇത്രയും ലേറ്റ് ആവുന്നതിന് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. അതും കൂടെ ഞാൻ പറയാം. ഒന്നാമതായിട്ട്, ഫേസ്ബുക്ക് നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഇടുവാണെങ്കിൽ, പ്രൊഫഷണൽ മോഡിൽ ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും ഫേസ്ബുക്ക് ലൈറ്റ് ആയിരിക്കരുത് ഉപയോഗിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഫേസ്ബുക്ക് ലൈറ്റായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ മോണിറ്റൈസേഷൻ ഓക്കെ ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് ഓണാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോയി എൻ്റെ ഒരു ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത്, ഫേസ്ബുക്ക് ലൈറ്റല്ല, നോർമൽ ഫേസ്ബുക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. ഒക്ടോബർ മാസമാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഓണായത്. അപ്പം ഒക്ടോബർ മാസം മോണിറ്റൈസേഷൻ ഓണായി. അതിന് ശേഷം നവംബർ, ഡിസംബർ ഈ 2 മാസത്തെയും കൂടെ നമുക്ക് ഈ ജനുവരിയിലേക്ക് അയച്ചു. അപ്പം നമ്മൾ മാസം നമ്മുടെ യൂട്യൂബ് പോലെ തന്നെ തലേ മാസത്തെയാണ് പിറ്റേ മാസം അയക്കുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് അങ്ങനെ എന്താ പറയുക, ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നിന്നുള്ള വരുമാനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോ ഇട്ടാലും ഒരു ടെക്സ്റ്റ് ഇട്ടാലും എന്തിട്ടാലും സ്റ്റോറി ഇട്ടാലും അതൊക്കെ നമുക്ക് ഡോളറാക്കാൻ പറ്റും. അത് വ്യൂവിനനുസരിച്ചാണ് ഡോളർ. നമ്മുടെ യൂട്യൂബിൽ തന്നെ 1K വ്യൂ, നോർമലി 1K വ്യൂ തൊട്ടാണ് ഡോളർ കയറുന്നത്. അപ്പോൾ വ്യൂവിനനുസരിച്ച് നമ്മൾ ഫോട്ടോസ് ഇട്ടാൽ പോലും അതിൽ നിന്ന് വരുമാനം ഉണ്ടാകും. ചിലപ്പോൾ ഒരുപക്ഷെ റീലിനെക്കാട്ടിലും കൂടുതൽ ഫോട്ടോസ് ഇടുമ്പോഴായിരിക്കും അവിടുന്ന് കിട്ടുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, ഫോട്ടോയുടെ ക്ലാരിറ്റി, അല്ലെങ്കിൽ അത് ആൾക്കാരെ എത്രമാത്രം ആകർഷിക്കുന്നു, അത്തരത്തിലൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും. എന്നാലും നമ്മൾ ഈ യൂട്യൂബിലിടാൻ വീഡിയോസ് എടുക്കുന്നവർ എന്തായാലും ഉറപ്പായിട്ടും ഫേസ്ബുക്കിലും കൂടെ ഒരു കൈ നോക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി വീഡിയോസ് എടുക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ അത് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ അവിടെ ആകുന്നുമുണ്ട്. അപ്പം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ ഉറപ്പായിട്ടും ഫേസ്ബുക്കിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഈ ഫേസ്ബുക്ക് ലൈറ്റ് ഉപയോഗിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് മോണിറ്റൈസേഷൻ ആയത്, പക്ഷേ എനിക്ക് മോണിറ്റൈസേഷൻ ഓണാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് എനിക്ക് 1 മില്യൺ വ്യൂസൊക്കെ പോയ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ അതോർക്കുമ്പോൾ സങ്കടം വരും, എൻ്റെ അത്രയും വ്യൂസൊക്കെ വെറുതെ പോയല്ലോ എന്ന്. എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ ഫൈനലായിട്ട് ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടിയതിൻ്റെ എല്ലാ സന്തോഷമുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കൂട്ടുകാർ ഒരു പക്ഷേ ചിലർക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, വർക്ക് ചെയ്യാത്തവരുണ്ടായിരിക്കാം. അവരെല്ലാവരും ഒരു ഏണിങ്സ് എങ്ങനെയും ഉണ്ടാവട്ടെ എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യൂട്യൂബിൽ ഒരുപാട് പേർന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഫേസ്ബുക്കിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നമുക്കറിയത്തില്ലല്ലോ എവിടെ നിന്നാണ് നമുക്കൊന്ന് ഇത് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാണെങ്കിലും കുറച്ചും കൂടെ ഈസിയാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം വെച്ച് നോക്കുമ്പോൾ. അവിടെ FB കുറച്ചും കൂടെ ഈസിയാണ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, ഒന്ന് നോക്കൂ കേട്ടോ. പിന്നെ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എന്തായാലും ആദ്യം ചെല്ലുന്ന നമ്മൾ ആദ്യമായിട്ട് മോണിറ്റൈസേഷൻ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് ബോണസ് ഉണ്ടാകും. നിങ്ങൾ ആ ബോണസിൻ്റെ, എനിക്ക് ആദ്യമൊന്നും ബോണസിനെ കുറിച്ച് വല്ല അറിവില്ലായിരുന്നു, പിന്നീടാണ് ബോണസ് അറിയുന്നത്. അപ്പോൾ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ബോണസിൻ്റെ
നമുക്ക് ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള ക്രൈറ്റീരിയയിൽ കുറേ ചേഞ്ചസ് വരുത്തുക, നമുക്ക് ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ആദ്യത്തെ 3 മാസം നമുക്ക് ബോണസ് തരും. അതായത് നമ്മൾ ഒരു ഇത്ര വ്യൂസ് നേടിക്കഴിയുമ്പോൾ നമുക്ക് $20 ബോണസായിട്ട് തരും. പിന്നെ ഓരോ ഡോളർ അങ്ങനെ നമുക്ക് കുറേ ബോണസുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്കൊരു വരുമാനം പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ബോണസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാ മാസവും നമുക്ക് കഷ്ടപ്പെടുവാണെങ്കിൽ, പിന്നെ ലക്കും ഉണ്ടെങ്കിൽ എല്ലാ മാസവും വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ യൂട്യൂബ് ആ കൂടെ പോയിക്കോളും. ആ കൂടെ നമ്മൾ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അടി നിൽക്കുന്ന കുഞ്ഞിച്ചെടിക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ മാതിരി യൂട്യൂബിലും അങ്ങനെ വെക്കോട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഒരു സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ ഈ മാസം ജനുവരി തുടക്കത്തിൽ തന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ്, ഇന്ന ഡേറ്റ് ഞങ്ങൾ അയക്കും എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജനുവരി തുടക്കത്തിലാണ് അയച്ചത്. ആദ്യത്തെ ഒരു 6-7 ആണെന്ന് തോന്നുന്നു, ആ ഒരു സമയത്ത് അയച്ചു. എനിക്കിപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അയച്ചത് 22-ാം തീയതി കണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ബാങ്ക് അവധി ആയിരുന്നുകൊണ്ട് ഇന്നാണ് കിട്ടിയത്. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് നോക്കുക കേട്ടോ. പ്രൊഫഷണൽ മോഡിൽ ഇട്ടതിന് ശേഷം ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ.